نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ഒക്കെ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും പ്രവാചകൻ്റെ ചര്യയിൽ നിന്നും പഠിച്ചറിയുകയും അത് ജീവിതത്തിൽ ആചാരമായി പുലർത്തുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തട്ടെ. അള്ളാഹുവിൻ്റെ മതം എന്ന കണക്കിന് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ആചരിക്കുന്ന പലതും മതത്തിൻ്റെ വൃത്തത്തിന് പുറത്തുള്ളതാണ് എന്ന് പലരും അറിയുന്നില്ല. അങ്ങനെ അറിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പുത്തൻവാദികളൊന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരെന്നും അങ്ങനെ പലതും പറഞ്ഞ് പിഴച്ച വർഗമായി എണ്ണുകയും ചെയ്യുന്ന പശ്ചാത്തലം നിലനിൽക്കുന്നു. അതിൽ നല്ല ഒരളവിൽ പൗരോഹിത്യം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2 ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബിദ്അത്തുകൾ എമ്പാടും നടക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ. അത് ബിദ്അത്തുകളാണെന്ന് അറിയുന്ന ആളുകളും അതിന് മൗനമായി അംഗീകരിക്കുകയും കുറേയൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം അപ്പുറത്തൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ അത് ചെയ്യുമ്പോൾ നമ്മുടെ സമുദായത്തിനും വേണ്ട ചിലതൊക്കെ എന്നുപോലും ചോദിക്കുന്ന ഒരു അവസ്ഥയോളം അത് ദുഷിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലാഘവബുദ്ധിയോടുകൂടി കാണണോ അതല്ലെങ്കിൽ ഇതിയൊക്കെ ഗൗരവത്തിൽ തന്നെ കാണണോ എന്ന് ഒരു വിശ്വാസത്തിൻ്റെ തിണ്ണ ബലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മളോട് തെര്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കിതാബ് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ്. പടച്ച തമ്പുരാൻ്റെ കിതാബിലുള്ള കാര്യങ്ങൾ, ആ കിതാബിലുള്ള കാര്യങ്ങൾ വഹിയാണല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെ പ്രവാചകൻ പറയുകയാണ്. ആ പ്രവാചകന്റെ ജീവിതവും അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള 23 കൊല്ലക്കാലത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്വാനം, കടുത്ത ജിഹാദ് ഈ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കലായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സുന്നത്തായി, ആ സുന്നത്ത് ദീനിൽ പ്രമാണമായി മാറുന്നതും. എന്നാൽ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന ഒരു സൂറത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്ത് തഹ്രീം എന്നാണ് അതിന് പേരിട്ടത്.
യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ലിമ തുഹർരിം, നിങ്ങൾ എങ്ങനെയാണ് ഹറാമാക്കുക, മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്. പ്രവാചക പത്നിമാരിൽ ചിലർക്ക് ചില സംഗതികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ, എങ്കിൽ ഞാനിനി അത് കുടിക്കുന്നില്ല പാനീയം എന്ന് ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് പ്രവാചക തിരുമേനി കിട്ടിയ ഒരു സൽക്കാരത്തിൻ്റെ ഭാഗമായി മറ്റു ഭാര്യമാരിൽ ചിലർ പ്രകടിപ്പിച്ച നീരസത്തിന്റെ ഭാഗമായി പ്രവാചക തിരുമേനി പറഞ്ഞതാണ്, എങ്കിലിനി ആ പാനീയം ഞാൻ കുടിക്കുന്നില്ല. പ്രവാചക തിരുമേനിയുടെ ഈ തീരുമാനത്തെ, ഹലാലായ ഒരു കാര്യം ഹറാമാക്കുവാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു എന്ന കടുത്ത ചോദ്യത്തിലൂടെയാണ് അള്ളാഹു നേരിട്ടത്. ഒരു കാര്യം ഹലാലാണ് എന്ന് പറയാനുള്ള അവകാശം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ല. ഒരു കാര്യം ഹലാലായി പുതിയതുണ്ടാക്കുവാനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവകാശമില്ല. ഹറാമല്ലാത്ത കാര്യങ്ങൾ മതപരമല്ലെങ്കിൽ ദുന്യവിയായ വിഷയങ്ങളിലാണെങ്കിൽ അത് ഹലാലിന്റെ പട്ടികയിൽപ്പെടും. പക്ഷെ മതപരമായ ഒരു വിഷയത്തിൽ നമ്മൾ ഹലാലും ഹറാമും ഒക്കെ കൃത്യമായി ചികഞ്ഞന്വേഷിച്ച് പഠിച്ചറിയണം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ ഫഹുവ റദ്ദുൻ. ഈ ഹദീസ് അറിയാത്തവരായി മുമ്പിലിരിക്കുന്നവർ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഈ മതത്തിന്റെ മതവിഷയങ്ങളിൽ പുതുതായി ഒരാൾ ഒരു കൂട്ടിച്ചേർക്കലുണ്ടായാൽ ഫഹുവ റദ്ദുൻ, ആ കർമ്മം തള്ളപ്പെടേണ്ടതാണ് എന്നും അയാളെ തന്നെ തള്ളേണ്ടതാണ് എന്നും അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു. അയാൾ തന്നെ പിന്നെ നിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പുറത്തേക്ക് തള്ളണം. ഫഹുവ എന്നതിന് അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അയാളെ തന്നെ നിങ്ങൾ അങ്ങ് നീക്കം ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ എന്താണ് ബിദ്അത്ത്? യാതൊരു ദലീലുമില്ലാതെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സംഗതികളാണ്, കയറ്റി കൊണ്ടുവരുന്ന വസ്തുക്കളാണ്. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി എത്ര ഗൗരവത്തിലാണ് ഈ വെള്ളിയാഴ്ചയിലെ ജുമുഅയിൽ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറയാതെ ജുമുഅ ആരംഭിച്ചിരുന്നില്ല. അത് ജീവിക്കുന്ന സമൂഹത്തിൽ മതപരമായ വിഷയങ്ങളിൽ അള്ളാഹുവിന്റെയോ പ്രവാചകന്റെയോ നിർദ്ദേശമില്ലാതെ കയറ്റിക്കൊണ്ടുവരരുതൊന്നും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാ മുഹ്ദസത്തും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ലലാലത്താണ്. ലലാലത്ത് വഴി നടത്തുന്നതോ നരകത്തിലേക്കാണ്. നമ്മുടെ മനസ്സിൽ അതിന്റെ നല്ലതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് ഈ ഹദീസുകൾ എടുത്തുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു, വഹുവ അസ്ലുൻ അളീമുൻ മിൻ ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അസ്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ട വല്ലാത്തൊന്നാണത്. അത് ലാഹിറായി ഒരു കർമ്മം ഇസ്ലാമികമാണോ അല്ലേ തീരുമാനിക്കാനുള്ള മാനദണ്ഡമാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്നത് ആന്തരികമായ ഒരു കർമ്മത്തെ അളന്നു നോക്കാനുള്ള ഒരു തോത് എന്ന രൂപത്തിൽ, അതുപോലെ വിശ്വാസപരമായ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിന് ആദ്യത്തിൽ തന്നെ അതിന്റെ ഒരു അളവുകോൽ, ലാഹിറായ ഒരു അളവുകോലായി ഇതിനെ കാണണം. പലപ്പോഴും നമ്മൾ ഓരോ വീട്ടിലോരോ സംഗതികൾ നടക്കാറുണ്ട്, നാട്ടിലോരോ സംഗതികൾ നടക്കാറുണ്ട്, സംഘങ്ങളും സംഘടനകളും ഒക്കെ ഓരോ സംഗതികൾ നടത്താറുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിൽ മതപരം എന്ന് പറയുമ്പോൾ, പുണ്യം കിട്ടും അള്ളാഹുവിന്റെ വക്കൽ എന്ന് പറയുമ്പോൾ പേടിക്കണം, അത് ശരി തന്നെയാണോ അല്ലേ എന്ന്. ഈ ഒരു വിചാരം സത്യവിശ്വാസികൾക്ക് അനിവാര്യമായും ഉണ്ടായേ പറ്റൂ. ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുക, ആ കാര്യങ്ങൾക്കൊക്കെ കൂലി തരാമെന്ന് അള്ളാഹു ഏറ്റിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശിക്ഷ തരുന്ന അവസ്ഥയുണ്ടായാലോ, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഈ വർത്തമാനം. അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം, ഇസ്ലാമിന്റെ ഉസൂലുകളുടെ കൂട്ടത്തിൽ ഇത് എണ്ണണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായി. മൻ ഇഖ്തറഅ ഫിദ്ദീൻ മാ ലാ യശ്ഹദു ലഹു അസ്ലുൻ മിൻ ഉസൂലിഹി ഫലാ യൽതഫിത് ഇലൈഹി. ദീനിന്റെ ഉസൂലുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, അതാണ് നിയമം. പിന്നെ അതിന് മുഖം തിരിച്ചു കളയണം, മൈൻഡ് ചെയ്യാൻ പാടില്ല അത്തരം അമലുകളെ. ഇതാണ് കൃത്യമായി വിശ്വാസിയുടെ നിലപാട്.
ഞാനത് ഊന്നി പറയുന്നത്. പലപ്പോഴും ഈ വിഷയത്തിലുള്ള കർശനമായ നിലപാടും വ്യക്തമായ ഒരു ലൈനും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പതുക്കെ പതുക്കെ പതുക്കെ. എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും കൂടി ഒന്നാകെ വന്നു ചേരുമ്പോൾ അവിടെയും നമ്മളുണ്ട്, ഇവിടെയും നമ്മളുണ്ട്. ഇതിനും പരോക്ഷമായി പിന്തുണയുണ്ട്, അതിനും പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നിടത്തേക്ക് പോയാൽ സംഗതി അപകടകരമാകും എന്ന് ഗൗരവബുദ്ധി ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എത്രമേൽ ഗൗരവത്തിലാണ് മതത്തിൽ പുതിയ സംഗതികൾ കടന്നു വരരുത് എന്ന് ശഠിച്ചത്. അവർക്കറിയാം, അവർ കേട്ടതാണ് ഈ ഹജ്ജത്തുൽ വദായിൽ പ്രവാചകന്റെ പ്രസംഗം. അവർ പ്രവാചകനിൽ നിന്ന് കേട്ടതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നത്. ആ ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, പൂർത്തിയായിട്ടുണ്ട്. അവിടം വെച്ച് പിന്നീട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒറ്റ മത നിയമങ്ങളും ഇറങ്ങിയിട്ടില്ല. മതനിയമങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സംഗതിയാണ്, ഇതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട കാര്യങ്ങളൊക്കെയും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ഈ ചോദ്യം എന്തുമാത്രം പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച റിസാലത്ത് ഞാൻ നിങ്ങൾക്ക് പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആശയം അതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന്? നിങ്ങൾ ശങ്കിക്കുന്നുണ്ടോ ഇനിയും പ്രവാചകൻ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുണ്ട് എന്ന്? അള്ളാഹു പറഞ്ഞു വെച്ച സംഗതികൾ ഈ പ്രവാചക തിരുമേനി ഞങ്ങൾക്ക് ഇനിയും പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്? ഞാൻ 100% നിങ്ങൾക്ക് സത്യസന്ധമായി ഇത് അറിയിച്ചു തന്നു എന്നാണോ നിങ്ങളുടെ ബോധ്യം? ബലായ റസൂലുള്ളാഹ്, അതേ പ്രവാചകരെ എന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് ലക്ഷത്തോളം സഹാബത്ത് പറഞ്ഞ ആ രംഗം മനസ്സിലുണ്ടാവണം. ഈ ചോദ്യം നമ്മളുടെ മുമ്പിലും ഇപ്പൊ വെക്കണം. നിങ്ങളുടെ ധാരണ എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാര്യങ്ങൾ പറയുകയും കുറെ കാര്യങ്ങൾ പറയാതെ പോവുകയും ചെയ്തു എന്നാണോ? അപ്പൊ നമ്മുടെ ആൾക്കാരെന്താ മറുപടി പറയാ? കുറച്ചൊക്കെ താങ്കൾ പറയാന്ന് വിട്ടുവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അങ്ങനെ വിശ്വസിക്കുന്നവൻ ബിദ്അത്തുകളോട് രാജിയാകുന്ന മനസ്സുള്ളവൻ അള്ളാഹുവിന്റെ പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത് എന്ന്. ഗൗരവമുള്ള വിഷയം തന്നെയല്ലേ? അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മരിച്ചു തീരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ പള്ളിയിൽ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കാണാൻ വരുന്നു. പിന്നെ പള്ളിയിലൂടെ ഇന്ന് ആളുകളോട് ചോദിച്ചു, അദ്ദേഹം ഇവിടെ ഇറങ്ങി വന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകളോടൊപ്പം അങ്ങനെ കാത്തു നിൽക്കുക. വന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനൊരു സംഭവം കണ്ടു. നിങ്ങളുടെ പള്ളിയിൽ ഒരു സംഭവം നടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഹൈറായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാലും മതപരമായി അതിൽ എന്താണ് താങ്കളുടെ നിലപാട് എന്നറിയാൻ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ജീവിച്ച സഹാബി എന്ന നിലയിൽ. എന്നിട്ട് എന്താ ചോദിച്ചറിയാം? അബാ അബ്ദുറഹ്മാൻ ഇന്നി റഅയ്തു ഫിൽ മസ്ജിദ് ആരിഫൻ അംറൻ അൻഗർതുഹു വലം അറ വൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറാൻ. അതിന് കണ്ടപ്പോ ഒരു ചെറിയ വിമിഷ്ടം തോന്നിയിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഹൈറായിട്ട് എനിക്ക് തോന്നുന്നു. ഫഖാൽ ഫമാ ഹുവ ഫഖാല ഇൻ ഇശ്ത ഫതറാ അല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിയാൽ കാണാം എന്നാണ് ആശയം. അപ്പോൾ അവരെന്താ ചെയ്യുന്നറിയോ? കുറെ ആളുകൾ നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക പള്ളിയിൽ. കുറെ ഒഴിവ് സമയം, ആ ഒഴിവ് സമയം കിട്ടുമ്പോൾ അങ്ങനെ ഒഴിവ് സമയം പള്ളിയിൽ കിട്ടിയാൽ പിന്നെ എങ്ങനെ ദിക്റ് ചെല്ലുക എന്നുള്ളൊരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ആളുകൾ ഒതെടുത്ത് കയറി വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് കിട്ടിയാലുള്ള അവസ്ഥ കണ്ടില്ല നിങ്ങൾ? അതേ അവസ്ഥ. നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കാൻ ഇനിയുണ്ട്. അപ്പോൾ കുറെ ഹൽക്കകൾ രൂപീകരിച്ചു, വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഓരോ ഹൽക്കും ഓരോ അമീർ നിശ്ചയിച്ചു. അവരുടെയൊക്കെ കയ്യിൽ കല്ലുകളുണ്ട്. എന്നിട്ട് ആ കല്ലുകൾ ആ കൂട്ടത്തിൽ അമീർ പറയും സബ്ബിഹൂ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയും. പിന്നെ പറയും അല്ലാഹു അക്ബർ 100 പ്രാവശ്യം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 പ്രാവശ്യം പറയും. 100 പ്രാവശ്യം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാം. ആ 100 പ്രാവശ്യം അവരിങ്ങനെ കല്ലിങ്ങനെ കുറുക്കി വെച്ചാണ് ചെല്ലുക. അങ്ങനത്തെ ഫമാദാ ഖുൽത ലഹും, അത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്? ഈ ചോദ്യമാണ് പ്രസക്തം. നിങ്ങൾ എന്ത് പറഞ്ഞു?
മാ ഖുൽതു ലഹും ഷൈഅൻ, ഞാനൊന്നും പറഞ്ഞില്ല. ഇന്തിളാറ റഅയിക്, താങ്കൾ വരാൻ കാത്തു നിൽക്കുകയാണ്, എന്നിട്ട് താങ്കളുടെ അഭിപ്രായം അറിയണം കാത്തു നിൽക്കുകയാണ്. ഖാല അഫലാ അമർതുഹും അയഉദു സയ്യിഅതിഹിം, നിങ്ങൾക്ക് അവരോട് ചോദിക്കാമായിരുന്നില്ലേ, എടോ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളാണ് എണ്ണേണ്ടത് ഇതുപോലെ എന്ന്. വലമിൻത ലഹും അല്ലാ യുളിയ മിൻ ഹസനാതിഹിം ഷൈഅ സുമ്മ മളാ വമളൈനാ മഅഹു ഹത്താ. എന്നിട്ട് ഇവങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച അദ്ദേഹമായി ഹൽക്കയുടെ അടുത്ത് പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ അവർ നിഷ്കളങ്കമായി പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ അദ്ദു ബിഹി തക്ബീർ വത്തഹ്ലീൽ വത്തസ്ബീഹ്, ഞങ്ങൾ തസ്ബീഹും തഹ്ലീലും ഒക്കെ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എണ്ണം പിടിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ടാണ് ഈ ഒരു മാലമ്മൽ കൊടുത്താണെങ്കിൽ എണ്ണം പിടിക്കണ്ടല്ലോ. അതുപോലെ ഫഖാല ലഹും ഉദ്ദൂ സയ്യിആതിഹിം ഫഅന ളാമിൻ അൻ ലാ യളിയ മിൻ ഹസനാതികും ഷൈഅ വൈഹകും യാ ഉമ്മത മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞു, നാശം പ്രവാചകന്റെ അനുയായികളെ, മാ അസ്റാ ഹലകതുകും ഹൗലായി സഹാബത്തു നബിയിക്കും, എന്ത് നിങ്ങൾക്ക് പറ്റിപ്പോയി? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നു. മുതവാഫിറൂൻ വഹാദിഹി സിയാബുഹു ലം തബ്ല, അദ്ദേഹത്തിന്റെ കഫൻ പുടവ ദ്രവിച്ചു പോയിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹി അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു മില്ലത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മില്ലത്തിലൂടെ പോകണമെന്നോ? അഫ മുഫ്തതിഹു ബാബി വലാലത്തിൻ, നിങ്ങളൊരു ലലാലത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണോ, പുതിയ ലലാലത്ത് ഉണ്ടാക്കുകയാണോ? ഖാലു വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾ ഉദ്ദേശിച്ചു, ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിച്ചില്ല, നന്മ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൽ ലിൽ ഖൈരി ലൻ യുസൈബഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്ര ആളുകൾക്കാണ് അത് ലഭിക്കാതെ പോകുന്നത്, ഒരിക്കലും ലഭിക്കാതെ പോകുന്നത്. ലൻ യുസൈബഹു, നന്മ നിങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അത് ലഭിക്കണ്ടേ? എത്രയെത്ര നന്മ ഉദ്ദേശിച്ച് കൂലി ആഗ്രഹിച്ച് അധ്വാനിക്കുന്ന ആളുകൾക്ക് ലഭിക്കാതെ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, അന്ന ഖൗമൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസ് തറാഖിഹിം യംറഖൂന മിനൽ ഇസ്ലാം. ചില ആളുകൾ വരും, അവർ ഖുർആൻ ഓതുമെങ്കിലും അത് തൊണ്ട വിട്ട് താഴേക്ക് പോകില്ല. കമാ യംറഖുസ് സഹം മിന റമിയ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ما أدري لعل أكثرهم منكم ثم تولى عنهم فقال عمرو بن سلمة فرأينا عامة أولئك الحلق يطاعنون يوم النهروان مع الخوارج. എന്നിട്ട് മതം വിട്ട് പുറത്തു പോകുമെന്ന് മഹാനായ സഹാബി ഓർമ്മപ്പെടുത്തിയല്ലോ, അതിന്റെ സാക്ഷ്യം പിന്നീട് ഇദ്ദേഹം പറയാണ്. ആര്? അംർ ഇബ്നു സലമ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. പിന്നീട് ഖവാരിജുകൾ ഉണ്ടായല്ലോ. ആ ഖവാരിജുകൾ ഉണ്ടായപ്പം ഖവാരിജുകൾക്കെതിരെ യുദ്ധം നടന്ന ഒരു സമയത്ത് ഈ ഹൽക്കയിൽ ഇരുന്ന ആളുകളൊക്കെയും അപ്പുറത്താണ് കണ്ടത്, ഖവാരിജുകളുടെ കൂടെയാണ് കണ്ടത്. മതത്തിൽ നിന്ന് അവർ പുറം ചാടിയിട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ബിദ്അത്തുകൾ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് മതത്തോടുള്ള സ്നേഹവും പ്രവാചകനോടുള്ള സ്നേഹവും ഒക്കെ പിന്നെ ഇങ്ങനെ നാവിൻ്റെ തുമ്പത്തുണ്ടാകുമെന്നല്ലാതെ അതൊക്കെ മനസ്സിൽ നിന്ന് പോകും, ഇസ്ലാമിനോടുള്ള കൂറൊക്കെ പോകും. എന്നിട്ട് വിവരമുള്ള ആളുകൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന കുല്ലു അംരി യതഖറബു മുസ്ലിം ഇലാ റബ്ബിഹി അസ്സ വജല്ല ലാ ബുദ്ദ ലഹു മിൻ ഷർത്തൈൻ. രണ്ട് ഷർത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പക്കൽ പുണ്യം കിട്ടുന്നതായി മാറുകയുള്ളൂ. നന്നായി പഠിക്കുക. ഒന്ന് അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്താണെന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണം എന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും ഇഖ്ലാസും മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കണം. കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന എന്തിനും കൂലി തരാൻ അല്ലാഹ് തരൂല്ല. എന്ത് ചെയ്യുമ്പോഴും കൂലി കിട്ടണം എന്നൊരു തേട്ടമുണ്ടാവണം, ആത്മാർത്ഥമായി ചെയ്യുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വിശദീകരിക്കേണ്ടതില്ല. രണ്ടാമത്തത് അൽ മുതാബഅത്തു റസൂലില്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് 6 ഉപവകുപ്പുകൾ പറയുന്നുണ്ട് പണ്ഡിതന്മാർ. ഒന്ന് അസ്സബബ്, പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് സുന്നത്തനുസരിച്ച് പോവാന്ന് പറഞ്ഞാൽ 6 ഘട്ടങ്ങളുണ്ട് അതിന്. ഒന്ന് അസ്സബബ്, സബബിലും പ്രവാചകനോട് യോജിച്ചു വരണം. ഉദാഹരണം പറയാം. എന്തിനാണ് നമ്മൾ ഈ അമൽ പ്രവർത്തിക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണം യോജിച്ചു വരണം. ഉദാഹരണം, ഇപ്പൊ നമ്മള് റജബ് മാസത്തിലെ 27 അഥവാ മേറാജിന്, ആ മേറാജിന്റെ രാവിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് നടന്ന സംഭവമാണ്, പ്രവാചകന്റെ മേറാജ്. ആ മേറാജുമായി ബന്ധിപ്പിച്ച് ചേർത്തുകൊണ്ട് അന്നത്തെ രാവിൽ പ്രത്യേകം ചില അമലുകൾ ചെയ്യുക തഹജ്ജുദും ഇബാദത്തുമായി കഴിഞ്ഞുകൂടാ. തഹജ്ജുദ് പുണ്യമുള്ള കാര്യമല്ലേ? ആണ്. ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? ആണ്. പക്ഷെ ഇയാൾ ഇത് ബന്ധിപ്പിച്ചത് മേറാജുമായി, അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി മേറാജുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇബാദത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് നല്ലതല്ലേ എന്ന് ഓരോ സ്ഥലത്തേക്കായിട്ട് ഫിറ്റ് ആക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ മതം പറയുന്നത്. അങ്ങനെയാണ് ബിദ്അത്തുകളൊക്കെ ഉണ്ടാകുന്നത്. ബിദ്അത്തുകളൊക്കെയും ഇബാദത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന അങ്ങനെയാണ്. പ്രവാചകനെ പിൻപറ്റിയിട്ട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചു പോവുക. സഹാബികൾ അത് ചെയ്തിട്ടുണ്ടാവില്ല, ഉത്തമ നൂറ്റാണ്ടിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തത്, എന്താണോ ചെയ്യാൻ പറഞ്ഞത് അതേ ജിൻസിൽപ്പെട്ടതാവണം. ഉദാഹരണം, ഉളുഹിയത്ത് അറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഒരാൾ അയാളുടെ പക്കൽ ഇപ്പം ആട്, മാട്, ഒട്ടകം, ആടിനേക്കാളും ഒട്ടകത്തെക്കാളും വിലപിടിപ്പുള്ള ഒരു വസ്തു അയാളുടെ വീട്ടിലുണ്ട്. അടിപൊളി കുതിര. ആ കുതിരയെ കൊണ്ടുപോയി ഉളുഹിയത്ത് അറക്കാൻ പടച്ചവൻ സ്വീകരിക്കൂല. അതാണ് ജിൻസ്. എന്താണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അതാണ് ചെയ്യേണ്ടത്. ഇതിനേക്കാൾ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ആ ചോദ്യത്തിനൊന്നും ഇസ്ലാമിൽ പ്രസക്തിയില്ല. മറ്റൊന്ന്, ഖദർ, എന്താണോ ചെയ്യാം ആ അളവിൽ മാത്രം ചെയ്താൽ മതി. ഓരോന്നിനും ഓരോ സമയവും നേരവും അതുപോലെ തന്നെ അളവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം ളുഹർ 4 റക്അത്താണ്. ഒരാൾക്ക് തോന്നുന്നതാണ് എനിക്കൊരു 5-6 നിസ്കരിക്കാൻ സമയമുണ്ട്, ആരോഗ്യമുണ്ട്. അങ്ങനെ ചെയ്താൽ ബിദ്അത്താണത്. അള്ളാഹു സ്വീകരിക്കില്ല, കുറ്റാണ് കിട്ടുക. അത് ശറഇന് വിപരീതമായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായി പഠിക്കണം. നല്ലതല്ലേ എന്ന ചോദ്യത്തോടൊപ്പം നിന്നുകൊടുക്കുന്ന ദോഷൈക ദൃക്കുകളോടാണ് എന്റെ വർത്തമാനം. നല്ലതല്ലേ, നടന്നോട്ടെ. അങ്ങനെ നടക്കാൻ അള്ളാഹുവിന്റെ ഇസ്ലാമിൽ വകുപ്പില്ല. കൈഫിയത്ത്, അതിന്റെ രൂപം, ഓരോ ആരാധനക്കും ഓരോ രൂപം പറഞ്ഞു. ഒന്നുണ്ടാക്കാൻ പറഞ്ഞു. നമ്മൾ ഒന്നുകൊടുത്താണല്ലോ കയറിയത്. ഒരാൾ ആദ്യം തന്നെ തലാണ് തടവി, പിന്നെ കാല് കഴുകി, പിന്നെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വന്നാൽ അത് ഒതുവാകുമോ? ഒതുവിനൊരു രൂപമില്ലേ, ഒരു കൈഫിയത്തില്ലേ? ആ കൈഫിയത്ത് താളം തെറ്റിച്ചാൽ അതാണ് ഇബാദത്താവൂല. അതാ ഇബാദത്തിനെ കളിയാക്കിയതിന്റെ കൂലി കിട്ടും, അല്ല കുറ്റം കിട്ടും. എത്രമാൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു അമല് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുമ്പോ നമ്മളെ ഒന്ന് ചെയ്യണം. നമ്മൾക്ക് ആകെയുള്ള ഒരു എന്താ അറിയോ, കാക്ക കാരണവന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുക. പാണക്കാട് തങ്ങന്മാർ, അതുപോലെ തന്നെ മറ്റിടത്തുള്ള തങ്ങന്മാർ, പണ്ടുപോയ കുറെ ഞങ്ങളെ പഠിപ്പിച്ച ആളുകളൊന്നും സ്വർഗത്തിലില്ലെങ്കിൽ ആ സ്വർഗം നമുക്ക് വേണ്ട. അവർ നരകത്തിലാണെങ്കിൽ ആ നരകവും നമുക്ക് സ്വീകാര്യമാണ് എന്ന് കേട്ടില്ലേ നിങ്ങൾ ക്ലിപ്പ്? ഈ നരകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്ന് കൂടി ആളുകൾ വിശ്വസിക്കുന്നില്ല. അവിടെ ഇങ്ങനെ ചാരികസേരയിലേക്ക് ഇങ്ങനെ അമർന്ന് ചാരിക്കിടന്നിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാന്നാണ് വിചാരം. എത്രമേൽ കോമാളിത്തം ആളുകൾ കാണിക്കുന്നു. മറ്റൊന്ന് സമാൻ. ഒരാൾ ദുൽഹിജ്ജ മാസത്തിൽ ഉളുഹിയ്യത്ത് അറക്കണം. ഹജ്ജ് മാസം തുറന്നു. രാവിലെ 1-ാം തീയതി രാവിലെ ഒരാൾ പിടിച്ചിട്ടൊരു കൂത്തിനെ നടത്തിട്ട് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞ കൂട്ടുവോ? സ്വീകരിക്കൂല. പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറക്കണം. അയ്യാമത്ത് ശരിക്കുന്ന ദിവസങ്ങളിൽ ഇറക്കാം. ഇതാണ് നമ്മുടെ ഈ മതത്തിന്റെ ഒരു കോലം. അതുപോലത്തെ ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പൊ ഈ അറവ്, എല്ലാ അറവും ഉളുഹിയ്യത്തിന്റെ കൂലി കിട്ടുമോ? റമദാൻ മാസം വന്നാൽ
പ്രത്യേകം ഒരു 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 ഉരുവിനെ നമുക്ക് വാങ്ങി അറക്കുന്നുണ്ട്. അതിന് ഉദയത്തിന്റെ പോലെയൊന്നും ആരും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ബദർ നടന്ന 17-ന് എത്രയോ പോത്തുകൾ ഷഹീദാകുന്നുണ്ട്, അറുത്ത് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് കൂലി തരിക? അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ആരാണ്? അപ്പൊ ഇതൊക്കെ ഉളുഹിയത്തിനൊക്കെ വേണ്ടി ചാർത്തിയിട്ട് ചെയ്യാൻ പോലുണ്ടോ? പാടില്ലെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് കൃത്യമായി. മറ്റൊന്നെന്താ വെച്ചാൽ, എവിടെ വെച്ചാണോ ചെയ്യാൻ പറഞ്ഞത് അവിടെ വെച്ചാണ് ചെയ്യേണ്ടത്. പള്ളിക്കകത്താണ് ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. ഒരു പെണ്ണ് വിചാരിക്കുകയാണ്, ഞാനിപ്പോ എൻ്റെ റൂമിലാണ് ഇത്തിക്കാഫ് ഇരിക്കുന്നത്, ആ ഇത്തിക്കാഫ് സ്വീകാര്യമാകുമോ? ഇനി പെണ്ണല്ല ആണായാലും ആരായാലും സ്വീകാര്യമാണ്. അപ്പൊ എവിടെ വെച്ചാണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, എങ്ങനെയാണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, എപ്പോഴാണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, എത്രയാണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത്, ഇതിലൊക്കെയും നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയെ പഠിക്കണം. എമ്പാടും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വരിക, ഒരു തരത്തിൽ താളത്തിനനുസരിച്ച് ഇങ്ങനെ നിന്നു പോവുക, ഒരു പാരമ്പര്യമായി ആചരിച്ചു പോരുന്ന ഒരു ആചാരത്തിന്റെ പേരല്ല ഇസ്ലാം. പഠിച്ചറിഞ്ഞ് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങളായി ആവണം അത്. അതിന് മാത്രമേ അള്ളാഹുവിന്റെ പക്കൽ കൂലി കിട്ടുകയുള്ളൂ. അങ്ങനെ നന്നായി ഇസ്ലാം മതത്തെ വീണ്ടും വീണ്ടും പഠിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വ. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ മതം നന്നായി പഠിച്ച് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ എന്നെയും നിങ്ങളെയും രണ്ടാമതും ഉപദേശിക്കട്ടെ. ബിദ്അത്ത് ചെയ്താലുണ്ടാകാവുന്ന നഷ്ടങ്ങൾ എന്താ, അതുകൂടി പഠിക്കണം. പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനോടുള്ള ലാഘവ ബുദ്ധി കുറച്ചുകൂടി കുറക്കാൻ പറ്റുള്ളൂ. ഒന്ന്, അള്ളാഹു സ്വീകരിക്കൂല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. അതാണ് തട്ടിക്കളയും. കൂലി കിട്ടൂല. കൂലി കിട്ടൂലെങ്കിൽ പിന്നെ ഇത്തരം ഒരുപാട് അധ്വാനവും ഒരുപാട് ചെലവും ഒരുപാട് കഷ്ടപ്പാടുമുള്ള അമലുകൾ എന്തിന് ചെയ്യുന്നു സഹോദരന്മാരെ? മെനക്കെട് കുറയണ്ടല്ലോ അതിന്. പണത്തിന്റെ എമ്പാടും ചെലവുണ്ടല്ലോ. ഫഹുവറദ്ദുൻ എന്നാണെങ്കിൽ അതാണ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇഖ്ലാസ് വേണം, പ്രവാചകന്റെ ഇത്തിബാ വേണം. ബിദ്അത്തുകാരന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നതാണ് നമ്മൾ വല്ലാതെ പേടിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യം. ബിദ്അത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിനോട് കൈനീട്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് ഒരു കാര്യവും കിട്ടൂല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്ത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഒരു മറയിട്ടിട്ടുണ്ടാവും. തൗബ അങ്ങോട്ട് പോകില്ല. ബിദ്അത്തിന് രാജിയാകുന്ന മനസ്സുള്ള ആളുകളോട് വളരെ ഗൗരവബുദ്ധിയ ഈ ഹദീസ് കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു തുള്ളി കുടിക്കാൻ കഴിയൂല. മാത്രവുമല്ല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിൽ എത്തിക്കുകയും ചെയ്യും. പിന്നെ നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിലില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹ അന്നാസു ഹസന. അതാണ് അതിലെ രീതി, ശരിയതാണ്. എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്നാ പ്രവാചകൻ പറഞ്ഞത്. വ ഇൻ റആഹ അന്നാസു ഹസന എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആളുകൾ നല്ലതല്ലേ എന്ന് ആളുകൾക്ക് തോന്നിയാലും നല്ലതല്ലേ എന്ന് തോന്നി. അതുതന്നെയാണ് ബിദ്അത്ത് ചെയ്യുന്നവരുടെ കാര്യം. മദ്യപാനം പോലെയോ വ്യഭിചാരം പോലെയോ ഒന്നല്ല ബിദ്അത്ത് കയറി വരിക. ബിദ്അത്ത് കയറി വരുന്നത് മതത്തിലെ പുണ്യകർമ്മമായിട്ടാണ്. പുണ്യകർമ്മത്തിന്റെ വേഷം ധരിച്ചാണ് ബിദ്അത്ത് കയറി വരിക. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആളുകൾക്ക് വലിയ പ്രയാസമാണ്. ഇത് പുണ്യകർമ്മമല്ലേ, അത് ചെയ്തോട്ടെ, അത് ചെയ്യാം, അതിന് പൈസ കൊടുക്കാം, സഹായിക്കാം, അതിനോടൊപ്പം നിൽക്കാം എന്നിടത്തേക്ക് മനുഷ്യ പുണ്യകർമ്മമല്ലേ എന്നവർ തോന്നുക. ആ പ്രസ്തുത ബിദ്അത്തുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നിസ്കാരല്ലേ, ഖുർആൻ ഓതില്ലേ, പ്രവാചകന്റെ മദ്ഹ് പറയുകയില്ലേ, പാവങ്ങൾക്ക് അന്നം കൊടുക്കുകയില്ലേ. അങ്ങനെ തിരിച്ചു ചോദിക്കും. അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അന്നഹു റഅ റജുലൻ യുസല്ലി. കേട്ടോളൂ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഒരാളെ കണ്ടു. അയാൾ തുലൂഉൽ ഫജ്റിന് ശേഷം നിസ്കരിക്കുക.
2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് റുക്കൂവും സുജൂദും ഒക്കെ നീട്ടി നിസ്കരിക്കുക. അപ്പോൾ അദ്ദേഹം ഫനഹാഹു, പാടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ നിസ്കാരമില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചിട്ട് ചോദിച്ചു. ആ തിരിഞ്ഞു എന്ന് നമുക്കെതിരിൽ വരുന്ന ചോദ്യം, യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാ, നമസ്കരിച്ചതിന് അല്ലാഹു എന്നെ ശിക്ഷിക്കുവോ? കടുത്ത ചോദ്യം. നബിയുടെ മദ്ഹ് പറഞ്ഞതിന് അല്ലാഹുവിന് ശിക്ഷ കിട്ടുമോ? പാവങ്ങൾക്ക് അന്നം കൊടുത്തതിന് അല്ലാഹുവിന് ശിക്ഷ കിട്ടുമോ? ഈ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചതിന് അല്ലാഹുവിന്റെ കുറ്റം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ബേജാറാക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം അദ്ദേഹം പറഞ്ഞില്ല, നമസ്കരിച്ചതിന്റെ കുറ്റം കിട്ടില്ല. കേൾക്കൂ. അതിന്റെ അടുത്ത വാക്ക് വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, നിസ്കരിച്ചതിനല്ലടോ കുറ്റം കിട്ടുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിന് എതിര് പ്രവർത്തിച്ചു എന്നതിന് എന്തായാലും കുറ്റം കിട്ടും. നിസ്കരിച്ചതിന്റെ കുറ്റമല്ല, സുന്നത്തിന് ഖിലാഫ് ചെയ്തു എന്നതിന്റെ കുറ്റമാണ്. ഇതാണ് ഗൗരവം. ഈ ചെയ്യുന്നത് നല്ലതാണ് എന്ന് മനസ്സിൽ എന്റെയും നിങ്ങളുടെ മനസ്സിലും തോന്നിയാൽ പോരാ. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരായി പോയത് കൊണ്ടാണ് കുറ്റം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ബിദ്അത്ത് ചെയ്യുന്നത്? അജ്ഞതയാണ് കാരണം. മതത്തിന്റെ വിധിവിലക്കുകളെ കുറിച്ചുണ്ട് അറിയില്ല, പഠിക്കാനൊട്ട് തയ്യാറാവില്ല. സുന്നത്തിനെ കുറിച്ച് അറിയില്ല, മതവേദനകളെ കുറിച്ച് അറിയില്ല. അങ്ങനെ ജീവിച്ചു പോവുക. ഒരു യാന്ത്രികമായ ജീവിതം. മറ്റൊന്ന് ദേഹേച്ഛയാണ്. മനസ്സിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ അപകടകരമായ ഒരു പശ്ചാത്തലം ഇന്ന് നിലനിൽക്കുന്നത് വ്യക്തികളോടും അവരുടെ ഓരോ അഭിപ്രായങ്ങളോടുമുള്ള കക്ഷിത്വമാണ്. ഞാൻ എവിടെയാണുള്ളത്, എനിക്കെവിടെയാണ് മെമ്പർഷിപ്പ് ഉള്ളത് എങ്കിൽ ഊക്കോടുകൂടി ഞാൻ ചെയ്യണം. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ ഇതിനെ എതിർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. ഈ കക്ഷിത്വമാണ് ബിദ്അത്ത് ചെയ്യാൻ കാരണം. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഞങ്ങൾക്കാക്ക കാരണവന്മാർ ചെയ്ത് റബീഉൽ അവ്വലായാൽ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു പറഞ്ഞ കിതാബിൽ അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ആ പറയുന്ന പൂർവ്വപിതാക്കന്മാരായ ആളുകൾക്ക് ഒരു ചുക്കും അറിയില്ലെങ്കിലും അവർ ഹിദായത്തിൽ അല്ലാത്തവരായാലും അതൊന്നും നോക്കാറില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേ സംഗതി മറ്റൊരു കാരണം ഈ മറ്റുള്ള മതക്കാരെ അങ്ങനെ തന്നെ കോപ്പിയടിക്കുന്നു എന്നതാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആ ഒരു വാള് കൊളുത്തിയിട്ടിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടി റാത്തു ഹൻവാത്ത് ഞങ്ങൾക്കും വേണം എന്ന് പ്രവാചകനോട് പറഞ്ഞല്ലോ. മൂസയോട് നന്ദി കെട്ട വർഗം ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അന്നേ എൻ്റെ ഈ സ്വഭാവം. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, രക്ഷപ്പെടാനുള്ള വഴി എന്താ അറിയും? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാണ്. അത് മുറുകെ പിടിക്കണമെന്ന് പറയുന്നവരെ കളിയാക്കണ്ട, മുറുകെ പിടിക്കലാണ്. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി പഠിച്ചിട്ട് അത് നന്നായി ആചരിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. അത്തരത്തിലുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷൻ എടുക്കുന്നു. അതിലെല്ലാവരും സംഭാവന അർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഈ അടുത്ത മാസങ്ങളിലായി. അതിൻ്റെ ഔപചാരികമായ ജില്ലാ ഉദ്ഘാടന കർമ്മം താനൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ ഇന്ന് വൈകുന്നേരം അസറിന് ശേഷം നടക്കുന്നുണ്ട്. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ അറിയിച്ചൊരു കാര്യമുണ്ട്. 22-ാം തീയതി മറ്റന്നാൾ SNMHSS വെച്ചിട്ട് അവർ പ്രീ ഹൈസെക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനിയന്മാർ ആവശ്യപ്പെടുന്നത്, രക്ഷിതാക്കളായ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കുട്ടികൾ അങ്ങോട്ട് എത്തിക്കണം എന്നാണ്. അപ്പോൾ അത് ആ അപേക്ഷ വളരെ സീരിയസ് ആയി കാണുകയും, അപ്പോൾ നമ്മുടെ മക്കൾ ആ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന കുട്ടികളൊന്ന് അങ്ങോട്ട് അയക്കാനുള്ള ജാഗ്രത കാണിക്കണം. നമ്മുടെ മക്കൾ ഇത്തരം സംഗതികളിലൊക്കെ ഇടപെടാതെ പോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നാട്ടിലിങ്ങനെ നടന്നു നോക്കിയാൽ മതി. അങ്ങാടിക്കൂടെ നടന്നു നോക്കിയാൽ ഓരോ ആചാരങ്ങളുടെ പിന്നിലും നമ്മളല്ല പോവേണ്ടത് മുമ്പിൽ. ഓണം ആഘോഷിച്ചത് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കളെക്കാൾ മുസ്ലിമീങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അന്ന് ഉണ്ടാകുന്ന ആചാരങ്ങൾ അത്തരം മറ്റുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു കുറേ സംഗതികളായി ഇങ്ങനെ മാറുകയാണ് മുസ്ലിം ചെറുപ്പക്കാർ. അത് അക്കൂട്ടത്തിൽ ഇങ്ങനെ കയറി വരുന്നത് മതനിരാസവുമാണ്.
മതനിരാസവുമാണ്. അള്ളാഹു നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പുതിയ തലമുറയിൽ. പള്ളിയോട് ബന്ധമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വല്ലാതെ കുറഞ്ഞു പോകുന്നു പുതിയ തലമുറയിൽ. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഒരു എന്താ പറയുക, പ്രായമേറെയുള്ള ബഹുമാന്യരായ കുറേ മുതിർന്ന അംഗങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ മുതൽ അതുവരെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ ഈ സംഗതികളിലൊക്കെ ഇങ്ങനെ നന്നായി ഇടപെട്ട് ഇങ്ങനെ പോവുക, നമ്മുടെ പിന്നാലെ വരുന്ന ആളുകൾ ഇതിൽ ഇല്ലാതിരിക്കുക എന്ന വല്ലാത്തൊരു അപകടകരമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സാധൂകരിക്കുമാറാകട്ടെ, ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മതത്തെ നന്നായി പഠിക്കുകയും എന്നിട്ട് ആ മതത്തിൻ്റെ കർമ്മങ്ങൾ ഖുർആനിനും സുന്നത്തിനും തട്ടിച്ചു നോക്കി ശരിയാണെന്ന് കണ്ടാൽ ആചരിക്കുകയും ശരിയല്ലെന്ന് കണ്ടാൽ അതിനോട് രാജിയാവാതെ വിട്ടു നിൽക്കുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ തെളിവില്ലാത്ത കാര്യങ്ങൾക്കൊപ്പം പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബിദ്അത്തുകളോട് കഠിനമായ ശത്രുത പുലർത്തുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെമ്പാടും അവർക്ക് അല്ലാഹു സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി വ്യഥ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നമ്മിൽ നിന്ന് അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തു പോയവരെയും നമ്മയും നമ്മുടെയും അവരുടെയും ഒക്കെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.